നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സോഷ്യോളജിയുടെ ഫസ്റ്റ് സെമ്മിലെ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്ന പേപ്പറിന്റെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ സെറ്റ് 2 രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ സെക്ഷൻ A എന്ന് പറയുന്നത് എന്താണ് 1 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. ഇതിൽ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫ്രീഡം ആർ ദ ഓവറേറ്റിംഗ് പ്രിൻസിപ്പിൾ ഓഫ്, അതായത് ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രീഡം എന്ന് പറയുന്നത് ഏത് ഘടകത്തിന്റെ ഏത് പ്രിൻസിപ്പിൾ ആണ് എന്നുള്ളതാണ്. ഫ്രഞ്ച് റെവല്യൂഷനിൽ വരുന്ന ഐഡിയോളജിയാണ് ലിബർട്ടി, ഇക്വാളിറ്റി എന്ന ഫ്രീഡം എന്ന് പറയുന്നത് ഫ്രഞ്ച് റെവല്യൂഷന്റെ ആശയമാണ്. അടുത്ത ചോദ്യം ഐഡന്റിഫൈ ദ കോമൺ മെത്തേഡ് അഡോപ്റ്റഡ് ഇൻ എക്കണോമിക്സ് ടു കളക്ട് ദ പ്രൈമറി ഡാറ്റ, അതായത് എക്കണോമിക്സ് എന്ന് പറയുന്ന പഠനശാഖയിൽ പ്രൈമറി ഡാറ്റ കളക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. അതായത് നമ്മുടെ ഡാറ്റ കളക്ഷനിൽ 2 തരത്തിലുള്ള മെത്തേഡാണുള്ളത്, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ്. എക്കണോമിക്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തഡോളജി എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആണ്. അതിന്റെ പ്രൈമറി ഡാറ്റയിൽ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൈമറി ടെക്നിക്സ് എന്ന് പറയുന്നത് സർവേ, സെൻസസ്, ഇത്തരത്തിലുള്ള സർവേ ചെയ്യുന്നതും സെൻസസ് എടുക്കുന്നതും എല്ലാം എന്താണ് എക്കണോമിക്സിൽ വരുന്ന പ്രൈമറി ഡാറ്റ കളക്ഷൻ മെത്തേഡുകളാണ്. അടുത്ത ചോദ്യം ഹൂ ക്ലാസിഫൈഡ് ഗ്രൂപ്പ് ആസ് ഇൻ ഗ്രൂപ്പ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ്, അതായത് ഗ്രൂപ്പുകളെ ഇൻ ഗ്രൂപ്പ് എന്നും ഔട്ട് ഗ്രൂപ്പ് എന്നും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ളത് ആരാണെന്നുള്ളതാണ്. അതായത് WG സംനർ ആണ് ഗ്രൂപ്പുകളെ 2 തരംതിരിച്ചിട്ടുള്ളത്, അതായത് ഇൻ ഗ്രൂപ്പ്, ഔട്ട് ഗ്രൂപ്പ് എന്ന് തരംതിരിച്ചിട്ടുള്ളത് WG സംനർ ആണ്. അടുത്ത ചോദ്യം ഇൻ വിച്ച് ഗ്രൂപ്പ് ഡസ് ആൻ ഇൻഡിവിജ്വൽ ടേക്ക് വാല്യൂസ് ഓർ സ്റ്റാൻഡേർഡ്സ് ഓഫ് other individuals as group as a comparative frame of reference, അതായത് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു ഗ്രൂപ്പിന്റെയോ ഇൻഡിവിജ്വൽസിന്റെയോ വാല്യൂസിനെയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഘടകങ്ങളെയോ കമ്പയർ ചെയ്തുകൊണ്ട് എടുക്കുന്ന രീതിയെ പറയുന്ന പേരെന്താണെന്നാണ് ചോദ്യം. റെഫറൻസ് ഗ്രൂപ്പ്, അതായത് നമ്മൾ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ ഏതെങ്കിലും ഒരു ക്വാളിറ്റിയെ റെഫർ ചെയ്ത് എടുക്കുന്ന രീതിയാണ് റെഫറൻസ് ഗ്രൂപ്പ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത ചോദ്യം ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സൊസൈറ്റി, അതായത് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്, അതായത് മൃഗങ്ങളെ പരിപാലിക്കുന്ന കാലഘട്ടം സൊസൈറ്റിയുടെ ഏത് കാലഘട്ടമാണ് എന്നുള്ളതാണ് ചോദിക്കാൻ. പാസ്റ്ററൽ കമ്മ്യൂണിറ്റി ആണ്, അതായത് നമ്മുടെ സമൂഹത്തിന്റെ വളർച്ചയിൽ വരുന്ന പാസ്റ്ററൽ കമ്മ്യൂണിറ്റി ആണ്. അതായത് എന്താണ് പാസ്റ്ററൽ കമ്മ്യൂണിറ്റിയിലാണ് കന്നുകാലി വളർത്തൽ എന്ന് പറയുന്ന ഒരു രീതി നമ്മുടെ സമൂഹം മുന്നോട്ട് വെക്കുന്നത്. അതായത് വേട്ടയാടൽ കാലഘട്ടത്തിൽ നിന്ന് പാസ്റ്ററൽ കമ്മ്യൂണിറ്റിയിലാണ് മൃഗങ്ങളെ ഇണക്കി വളർത്തുവാനും അതൊരു കൃഷി രീതിക്ക് ഉപജീവന മാർഗത്തിന്റെ ഭാഗമായിട്ട് മൃഗങ്ങളെ മനുഷ്യൻ ഉപയോഗിക്കാനും തുടങ്ങുന്നത് പാസ്റ്ററൽ കാലഘട്ടത്തിലാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് മെറ്റീരിയൽ കൾച്ചർ evolves rapidly and voluminously while non-material culture resists and remains unchanged for a long time. This phenomenon is called, അതായത് ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് വളരെ മെറ്റീരിയൽ കൾച്ചർ എന്ന് പറയുന്നത് വളരെ മുന്നോട്ട് പോവുകയും മറ്റൊന്ന് നോൺ മെറ്റീരിയൽ എന്ന് പറയുന്നത് വളരെ ലാഗ് ചെയ്യുന്ന രീതിയിൽ, അത് വളരെ പതുക്കെ അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന രീതിയെ പറയുന്ന പേരെന്താണെന്നുള്ളതാണ്. അത് 2 കൾച്ചറുകളുടെ ആ ഒരു സ്പീഡ് അല്ലെങ്കിൽ ഡിസ്റ്റൻസിനെയാണ് ഇതിൽ ചോദിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? കൾച്ചറൽ ലാഗ്. ഒരു കൾച്ചർ വളരെ മുന്നോട്ട് പോവുകയും മറ്റൊരു കൾച്ചർ വളരെ പുറകിലായി നിൽക്കുകയും ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസിനെയാണ്, അല്ലെങ്കിൽ ഒരു ഗ്യാപ്പിനെയാണ് കൾച്ചറൽ ലാഗ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം ഫോക്ക് വേസ് വാസ് ഓതേർഡ് ബൈ ഹൂം, അതായത് ഫോക്ക് വേസ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണെന്നുള്ളതാണ്. WG സംനർ ആണ് ഫോക്ക് വേസ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയിട്ടുള്ളത് 1906. അതിൽ ഫോക്ക് വേസ് എന്ന് പറയുന്ന പുസ്തകത്തിലാണ് എത്നോസെൻട്രിസം എന്ന് പറയുന്ന ആശയം അല്ലെങ്കിൽ ടേം മുന്നോട്ട് വെക്കുന്നത്. അടുത്ത ചോദ്യം
realizing how to act in accordance to a certain role is termed as norms. അതായത് ഒരു പെർട്ടിക്കുലർ രീതിയിൽ അല്ലെങ്കിൽ പെർട്ടിക്കുലർ രീതിയിൽ പെരുമാറണം എന്ന് അനുശാസിക്കുന്ന രീതി സമ്പ്രദായം എന്താണ് എന്നുള്ള വ്യവസ്ഥിതി എന്താണെന്നാണ് ചോദ്യം. നോംസ്. അടുത്ത ചോദ്യം, ഏജിൽ സ്കീം വാസ് ഡെവലപ്ഡ് ബൈ ഹൂം? അതായത് ഏജിൽ ഫംഗ്ഷൻ മുന്നോട്ട് വെച്ചത് ആരാണെന്നുള്ളതാണ് ടാൽകോട്ട് പാസൺ. അടുത്ത ചോദ്യം, ഓർഗാനിക് അനാലജി വാസ് പ്രൊപ്പോണ്ടഡ് ബൈ? അതായത് ഓർഗാനിക് അനാലജി മുന്നോട്ട് വെച്ചത് ആരാണെന്നുള്ളതാണ് ഹെർബർട്ട് സ്പെൻസർ. അതായത് സൊസൈറ്റിയെ ഒരു ജീവഘടനയുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് പഠനം നടത്തിയിട്ടുള്ള ആശയത്തെയാണ് ഓർഗാനിക് അനാലജി എന്ന് പറയുന്നത്. ഓർഗാനിക് അനാലജി മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഹെർബർട്ട് സ്പെൻസർ ആണ്. അടുത്ത ചോദ്യം, ദ എസെൻഷ്യൽ ഫീച്ചർ ഓഫ് സൊസൈറ്റി ഈസ്? അതായത് സൊസൈറ്റിയുടെ ഏറ്റവും എസെൻഷ്യൽ ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്? കളക്ഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. അതായത് മനുഷ്യരുടെ അല്ലെങ്കിൽ മനുഷ്യന്റെ ഒരു കൂട്ടത്തെയാണ് അല്ലെങ്കിൽ മനുഷ്യന്റെ ഒരു കളക്ഷനെയാണ് ഇത് വിളിക്കുന്നത് സൊസൈറ്റി എന്ന്, സമൂഹം എന്ന് വിളിക്കുന്നത്. അടുത്ത ചോദ്യം, സോഷ്യൽ മൊബിലിറ്റി അക്രോസ് ജനറേഷൻ ഈസ് കോൾഡ്? അതായത് ഒരു ജനറേഷനെ ക്രോസ് ചെയ്ത് വരുന്ന മൊബിലിറ്റിയെ വിളിക്കുന്ന പേരെന്താണ്? ഇന്റർ ജനറേഷണൽ സോഷ്യൽ മൊബിലിറ്റി. അതായത് എന്താണ്? ഒരു സൊസൈറ്റിക്ക് അതായത് ഒരു ജനറേഷന്റെ അകത്ത് തന്നെ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിനെയാണ് എന്ന് പറയുന്നത്, മാറ്റങ്ങൾ ഉണ്ടാകുന്നതിനെ ഇന്റർ ജനറേഷണൽ മൊബിലിറ്റി എന്ന് വിളിക്കുന്നു. ഹൂ സ്റ്റേറ്റഡ് opportunities of social mobility for all classes is a democratic commitment? ഓക്കെ, അതായത് സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നത് ഓൾ ക്ലാസ്സിനുള്ള സോഷ്യൽ ഡെമോക്രാറ്റിക് കമ്മിറ്റ്മെന്റ് എന്നുള്ളതാണ് ചോദ്യം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് അതായത് എന്താണ്? ലൈഫ് സ്പാൻ, ജീവിതകാലം മുഴുവൻ സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഇതിൽ മാത്രം നിലനിൽക്കുന്നതിനെയാണ് ഇൻട്രാ ജനറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്, ഡാഷ് refers to the social mobility that takes place during one's life span. അതായത് ഒരു വ്യക്തിയുടെ ജീവിത കാലഘട്ടം മുഴുവൻ ഒരു വ്യക്തി ഒരേ സോഷ്യൽ മൊബിലിറ്റി കീപ്പ് ചെയ്ത് പോകുന്നതിനെയാണ് ഇൻട്രാ ജനറേഷൻ എന്ന് പറയുന്നത്. അതായത് ഓരോ ജനറേഷൻ വരുന്ന സമയത്തും അവരുടെ മാറ്റങ്ങൾ, സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നത് ജനറേഷനിലും ഗ്യാപ്പ് മാറ്റങ്ങൾ ഉണ്ടാകുന്നു, പക്ഷെ ഒരേ പ്രൊഫഷനിൽ തന്നെ നിലനിൽക്കുന്ന രീതിയല്ല എന്ന് പറയാം. സോഷ്യൽ മൊബിലിറ്റി ഉണ്ടാകുന്നതിനെയാണ് ഇൻട്രാ ജനറേഷൻ മൊബിലിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, അടുത്ത ഭാഗം എന്ന് പറയുന്നത് സെക്ഷൻ ബി ആണ് നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യുന്നത്. സെക്ഷൻ ബി എന്ന് പറയുന്നത് രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങളാണ്. ഇതിനകത്ത് വരുന്ന ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇൻ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഔട്ട് ഗ്രൂപ്പ് ഡിസ്റ്റിങ്ഷൻ ബ്രിങ്സ് ഗ്രൂപ്പ് ഐഡന്റിറ്റി എമംഗ് ഇറ്റ്സ് മെമ്പേഴ്സ് വൈ എന്നുള്ളതാണ്. അതായത് ഇൻ ഗ്രൂപ്പ് എന്താണ്, ഔട്ട് ഗ്രൂപ്പ് എന്താണെന്നുള്ളതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പോൾ ഇൻ ഗ്രൂപ്പ് എന്ന് പറയുന്നതാണ് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയെ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി അതിൻ്റെ അകത്തുള്ള മെമ്പേഴ്സിനോട് കാണിക്കുന്ന ഇമോഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെന്റുകളെല്ലാം എന്താണ് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ഇൻ ഗ്രൂപ്പാണ്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിക്ക് അകത്തോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനകത്തോ നിൽക്കുന്ന സമയത്ത് ആ വ്യക്തി നോക്കിക്കാണുന്ന മറ്റ് ഘടകങ്ങളെ എന്താണ് ഔട്ട് ഗ്രൂപ്പ് എന്ന് വിളിക്കാം. അതായത് ഒരു ഗ്രൂപ്പിനകത്ത് നിന്ന് ആ ഗ്രൂപ്പിന് പുറത്ത് നിൽക്കുന്ന, അതായത് ഒരു ഗ്രൂപ്പിനകത്ത് നിൽക്കുന്നവർ പുറത്തുള്ള മറ്റ് ഘടകങ്ങളെ നോക്കിക്കാണുന്നവയെല്ലാം എന്താണ് ഔട്ട് ഗ്രൂപ്പ് എന്ന രീതിയിൽ പറയും. അതായത് ഉദാഹരണം ഒരു കാസ്റ്റ് അല്ലെങ്കിൽ ക്ലാസ്, ഉദാഹരണം ക്ലാസ്, ഒരു കോളേജിലെ സ്കൂളിൽ നമ്മൾ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു ഡിവിഷൻ എടുക്കുന്ന സമയത്ത് ആ ഡിവിഷനിലുള്ള മെമ്പേഴ്സ് എല്ലാം എന്താണ് ഇൻ ഗ്രൂപ്പ് മെമ്പേഴ്സ് ആണ്. മറ്റ് ഡിവിഷനിലുള്ള കുട്ടികൾ എന്താണ് ഔട്ട് ഗ്രൂപ്പ് മെമ്പേഴ്സ് എന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിനകത്തോ ഒരു വിഭാഗത്തിനകത്തോ ഉൾപ്പെടുന്ന വ്യക്തികളെല്ലാം ഇൻ ഗ്രൂപ്പുകളെന്നും അവയ്ക്ക് പുറമേ നിൽക്കുന്നവയെല്ലാം എന്താണ് ഔട്ട് ഗ്രൂപ്പ് എന്നുകളും നമ്മൾ വിളിക്കുന്നു. അടുത്ത ചോദ്യം, നെയിം ദ മെയിൻ തിയറീസ് റിലേറ്റഡ് ടു സോഷ്യൽ ഡീവിയൻസ്. അതായത് സോഷ്യൽ ഡീവിയൻസ് തിയറീസ് ഏതൊക്കെയാണെന്നുള്ളതാണ് എഴുതേണ്ടത്. ഏതൊക്കെ തിയറികളാണ്? അനോമി തിയറി, ലേബലിംഗ് തിയറി, സ്ട്രക്ചറൽ സ്ട്രെയിൻ തിയറി. അപ്പോൾ ഇത് മൂന്നും ഏതൊക്കെയാണെന്നുള്ളതാണ് എഴുതേണ്ടത്. അടുത്തത് വാട്ട് ഈസ് എൻലൈറ്റൻമെന്റ്? എൻലൈറ്റൻമെന്റ് എന്താണ്? ആശയപരമായിട്ടുള്ള അല്ലെങ്കിൽ യുക്തിവാദത്തിന്റെയും അല്ലെങ്കിൽ ഐഡിയോളജീസിന്റെ ഒക്കെ ഒരു വളർച്ചാ കാലഘട്ടം ഉണ്ടായിരുന്നു സോഷ്യോളജിയുടെ വളർച്ചയ്ക്ക് പിന്നിൽ. അപ്പൊ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് എൻലൈറ്റൻമെന്റ് പീരീഡ് എന്ന് പറയുന്നത് റാഷണലിസത്തിന്റെയും ഐഡിയലിസത്തിന്റെയും എംപിരിസിസത്തിന്റെയും എല്ലാം കാലഘട്ടത്തെയാണ് എന്ന് വിളിക്കുന്നത് എൻലൈറ്റൻമെന്റ് പീരീഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ എൻലൈറ്റൻമെന്റിൽ എഴുതുന്നത് എന്താണ് ഐഡിയലിസം, എന്താണ് എംപിരിസിസം, എന്താണ് റിച്വലിസം എന്ന് പറയുന്ന എല്ലാ ഐഡിയോളജിക്കൽ പരമായിട്ടുള്ള എല്ലാ ഘടകങ്ങളെയും നമ്മൾ ഇതിൽ പരാമർശിക്കണം. അടുത്തത് വാട്ട് ഈസ് പോസിറ്റിവിസം? പോസിറ്റിവിസം എന്ന് പറയുന്നതാണ് അഗസ്റ്റ് കോംറ്റെ, ഫാദർ ഓഫ് സോഷ്യോളജി. അപ്പോൾ അഗസ്റ്റ് കോംറ്റെ മുന്നോട്ട് വെക്കുന്ന ആശയമാണ് പോസിറ്റിവിസം എന്ന് പറയുന്നത്. പോസിറ്റിവിസം മുന്നോട്ട് വെക്കുന്നത് എന്താണ്? ശാസ്ത്ര വിഷയങ്ങളിൽ ഉപയോഗിക്കുന്ന അതേ മെത്തഡോളജീസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ സോഷ്യോളജിയെ
പഠിക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന ആശയമാണ് പോസിറ്റിവിസം എന്ന് പറയുന്നത്. അടുത്ത് മൾട്ടി കൾച്ചറലിസം പ്രൊമോട്ട്സ് പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്, എഗ്രി ഓർ ഡിസഗ്രി എന്നുള്ളതാണ്. അതായത് മൾട്ടി കൾച്ചറലിസം ഉണ്ടാവുന്ന സമയത്ത്, അതായത് ഇന്ത്യ പോലെയുള്ള ഒന്നിൽ കൂടുതൽ സംസ്കാരങ്ങൾ കൂടിച്ചേരുമ്പോൾ ഉണ്ടാവുന്നത് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സമാധാനപരമായിട്ടുള്ള ഒരു എക്സിസ്റ്റൻസിന് കാരണമാകുന്ന അല്ലെങ്കിൽ അത് നിലനിൽപ്പിന് സഹായിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അത് വ്യക്തിപരമായിട്ടുള്ള ചോദ്യങ്ങളായിട്ടാണ് എഴുതേണ്ടത്. അത് മൾട്ടി കൾച്ചറലിസം, അത് ഒന്നിൽ കൂടുതൽ സംസ്കാരങ്ങൾ കൂടിച്ചേരുമ്പോൾ ഉണ്ടാവുന്ന കോൺഫ്ലിക്റ്റിനെയും അതേസമയം ഒന്നിൽ കൂടുതൽ സംസ്കാരങ്ങൾ കൂടിച്ചേരുമ്പോൾ ഉണ്ടാവുന്ന വൈവിധ്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ഒരു യൂണിറ്റിയെയും കുറിച്ചുമാണ് നമ്മൾ എഴുതേണ്ടത്. അടുത്തത് ചോദ്യം എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ദ ഫീച്ചേഴ്സ് ഓഫ് ദ 2 norms ഓഫ് പോളിഗാമസ് മാരേജ്. അതായത് നമ്മളുടെ പോളിഗാമസ് മാരേജ് എന്നുള്ളതാണ് ചോദിക്കുക. അതായത് ഒന്നിൽ കൂടുതൽ പാർട്ട്ണർഷിപ്പ് വരുന്ന മാരേജ് ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. അതായത് ഏതൊക്കെയാണ്? പോളിജിനി ആൻഡ് പോളിയാൻഡ്രി. അതായത് ഒന്നിൽ കൂടുതൽ ഭർത്താവ് ഉള്ളതിനെയും ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടാവുന്ന സമ്പ്രദായവും ഉണ്ട്. അപ്പൊ അതാണ് നമ്മൾ പോളിജിനി എന്താണ്, പോളിയാൻഡ്രി എന്നുള്ളതാണ് എഴുതേണ്ടത്. അടുത്ത ചോദ്യം, ഹൗ ഡു യു ഡിസ്റ്റിങ്വിഷ് ദ കോൺസെപ്റ്റ് വിത്ത് സേക്രഡ് ആൻഡ് പ്രൊഫൈൻ. ഇവിടെ നമ്മൾ എഴുതേണ്ടത് സേക്രഡ് ആൻഡ് പ്രൊഫൈൻ എന്നുള്ളത് ചോദിച്ചിരിക്കുന്നത് റിലീജിയനെ കുറിച്ചാണ്. അപ്പോൾ റിലീജിയൻ എന്താണ്, റിലീജിയന്റെ പ്രത്യേകതകൾ എന്താണെന്നുള്ളതാണ് നമ്മൾ എഴുതേണ്ടത്. അടുത്ത ചോദ്യം, ഈസ് ദ മീഡിയ എ ബൂൺ ഓർ എ ബാൻ ഇൻ ദ പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ. അതായത് മീഡിയയ്ക്ക് സോഷ്യലൈസേഷനിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ സാമൂഹ്യവൽക്കരണ പ്രക്രിയയിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സ്വഭാവ നിർണയത്തിൽ മീഡിയയ്ക്കുള്ള പങ്ക് എന്താണെന്നുള്ളതാണ് എഴുതുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയാസ് ഇപ്രകാരം സൊസൈറ്റിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ എത്രമാത്രം മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ എഴുതേണ്ടത്. ഇത് കുറച്ചുകൂടി ജനറൽ പെർസ്പെക്റ്റീവ് ആയിട്ടാണ് എഴുതേണ്ടത്. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ ഹൗ ഇമ്പോർട്ടൻറ്റ് ഈസ് ദുർഖീംസ് തിയറി ഓഫ് അനോമി ഇൻ ദ സോഷ്യോളജിക്കൽ എക്സ്പ്ലനേഷൻ ഓഫ് ഡീവിയന്റ് ബിഹേവിയർ. അതായത് അനോമി തിയറി എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അതായത് എമിലി ഡുർഖെയിം മുന്നോട്ട് വെക്കുന്ന അനോമി എന്ന് പറയുന്ന തിയറി ഇതിന്റെ പ്രധാനപ്പെട്ട വെച്ചാൽ ഒരു സമൂഹത്തിലുണ്ടാകുന്ന പെട്ടെന്നുണ്ടാവുന്ന മാറ്റത്തെ ഉൾക്കൊള്ളാൻ കഴിയാതെ വരുന്ന സമയത്ത് വ്യക്തിക്കുണ്ടാവുന്ന അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തിലോ അല്ലെങ്കിൽ ഔദ്യോഗിക ജീവിതത്തിലോ വ്യക്തിക്കുണ്ടാവുന്ന സഡൻ ഉണ്ടായിട്ടുള്ള മാറ്റം ആ വ്യക്തി എന്ത് ചെയ്യുന്നു, സാമൂഹ്യപരമായിട്ടുള്ള പ്രകൃതിയിൽ നിന്നോ അല്ലെങ്കിൽ സാമൂഹ്യ വ്യവസ്ഥയിൽ നിന്നോ പെന്തിരിയുന്നതിന് ആ വ്യക്തിയെ കാരണമാവുന്നു. ഇതാണ് അനോമി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് പെട്ടെന്നുണ്ടാകുന്ന മാറ്റത്തെയോ അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ കഴിയാതെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ടോ ആ വ്യക്തി സമൂഹം കൽപ്പിക്കുന്ന വ്യവസ്ഥിതിയോട് പൊരുത്തപ്പെടാതെ. ഉദാഹരണമായിട്ട് ഇപ്പോൾ സൂയിസൈഡ് എന്ന് പറയുന്ന അനോമിയുടെ ഒരു ഘടകമായിട്ടാണ് പറയുന്നത്. എന്താണ്, വ്യക്തികൾക്ക് പെട്ടെന്നുണ്ടാകുന്ന മാറ്റം ഉൾക്കൊള്ളാൻ കഴിയാതാവുന്ന സമയത്ത് അല്ലെങ്കിൽ സാമൂഹികപരമായ മാറ്റത്തെ ഉൾക്കൊള്ളാൻ കഴിയാതെ വരുന്ന സമയത്ത് സൂയിസൈഡ് എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയിലേക്ക് സൂയിസൈഡ് ചെയ്യുന്നത് അവരെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ഇതെന്താണ്, അനോമിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നുണ്ടാവുന്ന മാറ്റത്തെ ഉൾക്കൊള്ളാൻ കഴിയാതാവുന്ന സമയത്ത് വ്യക്തി മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള ഘടകങ്ങളിലേക്ക് തിരിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ അനോമി എന്ന് പറയുന്ന തിയറി എന്താണ്, സമൂഹത്തിലുണ്ടാവുന്ന അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഘടകങ്ങളോടുള്ള വ്യക്തിയുടെ പെരുമാറ്റത്തെയാണ് അദ്ദേഹം അനോമി എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അദ്ദേഹത്തിന്റെ സോഷ്യൽ ഡീവിയൻസ് തിയറി മുന്നോട്ട് വെക്കുന്ന ആശയം. അടുത്ത പറയുന്നത് ആർ മോർസ് നോർമലൈസ്ഡ് കസ്റ്റംസ്. അതായത് മോർസ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ മോർസ് എന്ന് പറയുന്നത് എന്താണ്, സമൂഹത്തിലെ ശരി തെറ്റുകളെ നിർണ്ണയിക്കുന്ന അൺലോഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺറോൾഡ് ആയിട്ടുള്ള ഒരു ഘടകത്തെയാണ് മോർസ് എന്ന് പറയുന്നത്. മോർസ് എന്ന് പറയുന്നത് സൊസൈറ്റിയിലെ സമൂഹത്തിലെ ശരി തെറ്റുകൾ എന്താണെന്ന് നിർണ്ണയിക്കുന്നത്. ഇതൊന്നും ഒട്ടും ലീഗലായിട്ടുള്ള ഒരു ഘടകമല്ല മോർസ് എന്ന് പറയുന്നത്. മോർസ് എന്ന് പറയുന്നത് സമൂഹം കൽപ്പിക്കുന്ന ശരി തെറ്റുകളെ നിർണ്ണയിക്കുന്നതാണ് മോർസ് എന്ന് വിളിക്കുന്നത്. അടുത്ത ചോദ്യം, എ കമ്മ്യൂണിറ്റി ഈസ് സ്പെസിഫിക് വൈൽ സൊസൈറ്റി ഈസ് ആൻ അബ്സ്ട്രാക്ട് ഐഡിയ. ഓക്കെ, ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അതായത് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു പ്രാദേശികപരമായിട്ടുള്ള സവിശേഷതയിലോ അല്ലെങ്കിൽ ഭാഷയോ സംസ്കാരത്തിന്റെ അകത്ത് വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ് നമ്മൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നതും സൊസൈറ്റി എന്ന് പറയുന്നതും തമ്മിലുള്ള ബന്ധമാണ്. അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി എന്താണെന്നുള്ളതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. കമ്മ്യൂണിറ്റി എന്ന് പറയുന്നതാണ് പ്രാദേശികപരമായിട്ടുള്ള സവിശേഷതകൾ കൊണ്ടോ പ്രാദേശികമോ ഭാഷയോ മതപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ ജീവിത രീതിപരമായിട്ടുള്ള ബന്ധങ്ങളോ കൊണ്ട് ഉണ്ടാവുന്ന സവിശേഷതയാണ് നമ്മൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മളൊരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് എന്നുള്ളതാണ് ചോദ്യം.
അപ്പോൾ കമ്മ്യൂണിറ്റി എന്താണെന്ന് നമ്മൾ എഴുതിയാൽ മതിയാവും. കമ്മ്യൂണിറ്റി എന്താണ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ളത് നമ്മൾ പരാമർശിക്കുന്നതോടുകൂടി നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരവാകും. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ ഹൗ ഡു യു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ആൻ അസോസിയേഷൻ ആൻഡ് ഓർഗനൈസേഷൻ. അതായത് അസോസിയേഷനും ഓർഗനൈസേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. അസോസിയേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് രൂപീകരിക്കുന്നതാണ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ എന്ന് പറയുന്നതാണ് പെർട്ടിക്കുലർ വാല്യൂസിന്റെയോ നോംസിന്റെയോ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്നവയാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് സോഷ്യൽ സ്റ്റാറ്റസ് ഈസ് ഹൈറാർക്കിക്കൽ. അതായത് സാമൂഹ്യപരമായിട്ടുള്ള പദവികൾ എന്ന് പറയുന്നത് ഹൈറാർക്കിക്കൽ ആണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഇതിന് ജസ്റ്റിഫൈ ചെയ്യാനാണ് ചോദ്യം. അപ്പൊ സോഷ്യൽ സ്റ്റാറ്റസ്, സാമൂഹ്യ പദവി എന്താണ്, ഏതൊക്കെ തരത്തിലുള്ള സാമൂഹ്യ പദവികൾ എന്ന് പറയുന്നത് നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അതായത് സാമൂഹ്യ പദവി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് സമൂഹം കൽപ്പിക്കുന്ന പദവികളാണ് സോഷ്യൽ സ്റ്റാറ്റസ്. അപ്പൊ ആ വ്യക്തിയുടെ റോളുകൾ എന്താണോ അതിനനുസരിച്ച് എന്ത് മാറും, സോഷ്യൽ സ്റ്റാറ്റസിൽ മാറ്റം വരും. അപ്പൊ ഈ സോഷ്യൽ സ്റ്റാറ്റസിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്താണ്, സാമ്പത്തികം എന്ന് പറയുന്നത് പ്രധാന ഘടകമാണ്. അപ്പോൾ സോഷ്യൽ സ്റ്റാറ്റസിന്റെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ എഴുതേണ്ടത്. അടുത്ത ചോദ്യം ഹൗ ഡസ് സോഷ്യൽ സ്ട്രക്ചർ വേരി ഫ്രം സോഷ്യൽ സിസ്റ്റം. സോഷ്യൽ സ്ട്രക്ചറും സോഷ്യൽ സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. അപ്പൊ സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്, സമൂഹത്തിന് കൃത്യമായിട്ടുള്ള ഒരു ഓർഡർ ഉണ്ട്, കൃത്യമായിട്ടുള്ള ഘടനയുണ്ട്. ഓരോന്നും എപ്രകാരം പ്രവർത്തിക്കണം എന്നുള്ളതും അല്ലെങ്കിൽ എപ്രകാരം നിലനിൽക്കുന്നു എന്നതിന് വേണ്ടി പരസ്പരം ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഒന്നാണ് സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് ഈ സോഷ്യൽ സ്ട്രക്ചറിനെ നിലനിർത്തുന്ന ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ഒന്നാണ് സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നതാണ് നമുക്ക് കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഓരോ ഘടകങ്ങൾ. കൃത്യമായിട്ട് അതിനൊരു ഓർഡർ ഉണ്ട്, ഹയറാർക്കി ഉണ്ട്. ഇതാണ് സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ സ്ട്രക്ചറിനെ നിലനിർത്തുന്ന ആശയപരമായിട്ടുള്ള ഒന്നാണ് എന്ത്, സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് റിലേറ്റ് മൈഗ്രേഷൻ പ്രിൻസിപ്പിൾസ് ആൻഡ് ഫ്ലോ ഓഫ് ബംഗാളി ലേബേഴ്സ് ടു കേരള. ജനറൽ പെർസ്പെക്റ്റീവ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അതായത് മൈഗ്രേഷന് കാരണമാവുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇതിനെ കുറച്ചുകൂടെ സോഷ്യൽ മൊബിലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ സോഷ്യൽ മൊബിലിറ്റിക്ക് അല്ലെങ്കിൽ മൈഗ്രേഷന്, സോഷ്യൽ ചേഞ്ചിന് കാരണമാകുന്ന ഘടകങ്ങൾ എന്താണ്. ഇപ്പോൾ പ്രധാനമായിട്ട് പുഷ് ഫാക്ടേഴ്സ്, പുൾ ഫാക്ടേഴ്സ് എന്ന് നമ്മൾ പറയും. അത് മൈഗ്രേഷന്, കുടിയേറ്റത്തിന് കാരണമാകുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ എഴുതേണ്ടത്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്ഷൻ സി ആണ്. സെക്ഷൻ സിയിൽ വരുന്നത് 4 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇൻ ഗ്രൂപ്പ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ് കോൺഫ്ലിക്ട്സ് മേ ബി ഡ്രെഡ്ഫുൾ അറ്റ് ടൈംസ്. അതായത് ഇൻ ഗ്രൂപ്പ് എന്താണ്, ഔട്ട് ഗ്രൂപ്പ് എന്താണെന്നുള്ളതാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. അതായത് ഇൻ ഗ്രൂപ്പ് എന്ന് പറയുന്നതാണ് ഒരു വ്യക്തി ഉൾക്കൊള്ളുന്ന ഗ്രൂപ്പ് അല്ലെങ്കിൽ സംഘമാണ് ഇൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പുറമേ നിൽക്കുന്ന ഘടകങ്ങളെല്ലാം എന്താണ്, ഔട്ട് ഗ്രൂപ്പ് എന്നുള്ളതാണ്. അപ്പൊ അതിലുണ്ടാവുന്ന കോൺഫ്ലിക്ട്സുകളാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ അതായത് ഇപ്പൊ ജാതിപരമായിട്ട് വരുന്ന ഒരു ജാതിപരമായിട്ടോ അല്ലെങ്കിൽ മതപരമായിട്ടോ പ്രാദേശികപരമായിട്ടുള്ള വാക്തർക്കങ്ങളിൽ എന്താണ്, ഇൻ ഗ്രൂപ്പ് ഔട്ട് ഗ്രൂപ്പ് തർക്കങ്ങളാണ്. അപ്പൊ ഇത് ചില സമയങ്ങളിൽ എന്തിന് കാരണമാകുന്നുണ്ട്, കോൺഫ്ലിക്റ്റുകളെ ലീഡ് ചെയ്യുന്നതിന് കാരണമാകുന്നു. അപ്പൊ ഔട്ട് ഗ്രൂപ്പും ഇൻ ഗ്രൂപ്പും തമ്മിലുള്ള ബന്ധമാണ് അല്ലെങ്കിൽ വ്യത്യാസങ്ങളാണ് നമ്മൾ പരാമർശിക്കുന്നത്. അടുത്തത് ഡു ഐഡിയോളജി സെവർ ആസ് ഫൗണ്ടേഷൻ ഓഫ് സോഷ്യൽ കൺട്രോൾസ്. സോഷ്യൽ കൺട്രോൾ സഹായിക്കുന്ന ഏജൻസീസ് ഏതാണ്, ഇൻഫോർമൽ ആയിട്ടുള്ള ഏജൻസീസ് ആണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഇൻഫോർമൽ ആയിട്ട് വരുന്ന ഏജൻസീസ്, ഇപ്പൊ വിശ്വാസങ്ങളല്ല, എന്താണ് മതപരമായിട്ടുള്ള വിശ്വാസങ്ങളെല്ലാം എന്താണ് സോഷ്യൽ കൺട്രോളിന് ഐഡിയോളജിക്കലി നമ്മളെ സഹായിക്കുന്നത്. അല്ലെങ്കിൽ വാല്യൂസ്, നോംസ്, മോഡ്സ്, ഫോക്ക് വേസ്, ഈ കസ്റ്റംസ്, ഇതൊക്കെ എന്താണ് ഇൻഫോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഐഡിയോളജിക്കൽ ആയിട്ടുള്ള സോഷ്യൽ കൺട്രോളുകളാണ്. അപ്പൊ ഇവയാണ് നമ്മൾ ഇതിൽ എഴുതേണ്ടത്. അടുത്ത ചോദ്യം സോഷ്യോളജി ആൻഡ് ആന്ത്രോപോളജി ആർ ട്വിൻ സിസ്റ്റേഴ്സ്. ട്വിൻ സിസ്റ്റേഴ്സ് എന്നുള്ളതാണ്. അതായത് സോഷ്യോളജിയും ആന്ത്രോപോളജിയും ഇരട്ട സഹോദരാണ് അല്ലെങ്കിൽ സഹോദരിമാർ എന്ന് വിളിക്കുന്നതിന്റെ കാരണമാണ് ഇതിന്റെ. അപ്പൊ സോഷ്യോളജിയും ആന്ത്രോപോളജിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട സിമിലാരിറ്റീസ് എന്താണെന്ന് എഴുതുന്നത്. സോഷ്യോളജി എന്താന്ന് പറയുന്നതാണ്, സമൂഹത്തെക്കുറിച്ചും മനുഷ്യന്റെ പെരുമാറ്റത്തെക്കുറിച്ചും എഴുതുന്നു, എന്ന് പഠിക്കുന്നു. ആന്ത്രോപോളജി എന്താണ്, സമൂഹത്തിന്റെ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഓരോ കാലഘട്ടത്തിലെ മനുഷ്യ പരിണാമങ്ങളെ കുറിച്ചാണ് ആന്ത്രോപോളജി പഠിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം ക്യാൻ യു ഇല്ലുസ്ട്രേറ്റ് ദ ഫങ്ഷൻ ഓഫ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് റിലീജിയസ് മതസ്ഥാപനങ്ങളെ കുറിച്ചാണ് എഴുതേണ്ടത്. എന്താണ് മതം, മതപരമായിട്ടുള്ള സ്ഥാപനങ്ങൾ സൊസൈറ്റിയിൽ എങ്ങനെ സഹായിക്കുന്നു എന്നുള്ളതാണ് എഴുതേണ്ടത്. അടുത്ത ചോദ്യം ലൊക്കേറ്റ് ദ മേജർ ഡിഫറൻസ് ആൻഡ് സിമിലാരിറ്റീസ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്.
ഇത് സോഷ്യോളജി എന്താണ്, പൊളിറ്റിക്കൽ സയൻസ് എന്താണെന്നുള്ളതാണ് എഴുതേണ്ടത്. സോഷ്യോളജി എന്ന് പറയുന്നതാണ് മനുഷ്യനെ കുറിച്ചും മനുഷ്യന്റെ സാമൂഹികപരമായിട്ടുള്ള സ്വഭാവ രീതികളെ കുറിച്ചുള്ള പഠനമാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്, മനുഷ്യൻ ഇടപെടുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള മേഖലകളെ കുറിച്ചുള്ള പഠനശാസ്ത്രമാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അടുത്ത പറയുന്നത് ഹൗ ഡു യു ഇവാലുവേറ്റ് ദ സോഷ്യൽ മൊബിലിറ്റി ട്രെൻഡ്സ് ഇൻ ഇന്ത്യ. അതായത് നിലവിലുള്ള സോഷ്യൽ മൊബിലിറ്റിയെ കുറിച്ച്, സാമൂഹ്യപരമായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചാണ് നമ്മൾ എഴുതേണ്ടത്. സോഷ്യൽ മൊബിലിറ്റി അതായത് നമ്മുടെ സോഷ്യൽ മൊബിലിറ്റിയുടെ ന്യൂ ട്രെൻഡ്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്, സോഷ്യൽ മൊബിലിറ്റി ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ന്യൂ ട്രെൻഡ്സ് ഇൻ മൊബിലിറ്റി എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മുടെ ടെക്സ്റ്റിൽ പരാമർശിക്കുന്നുണ്ട്. അതായത് വിദ്യാഭ്യാസത്തിൽ വന്നിട്ടുള്ള മാറ്റം, വിവാഹത്തിലുള്ള മാറ്റം, കുടുംബത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, ഇതെല്ലാം എന്താണ് സോഷ്യൽ മൊബിലിറ്റിയുടെ ഘടകങ്ങളാണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ എഴുതേണ്ടത്. ഇപ്പൊ കുടുംബത്തിലാണെങ്കിൽ എന്താണ് ജോയിന്റ് ഫാമിലിയിൽ നിന്ന് ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് വരുന്നു. വിവാഹത്തിലാണെങ്കിൽ എന്താണ് വിവാഹ രീതികളിൽ വരുന്ന മാറ്റം, ഇപ്പൊ നിലവിൽ ലിവിങ് ടുഗദർ എന്ന് പറയുന്ന എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഘടകത്തിലേക്കുള്ള മാറ്റം, അത് മാരേജ് എന്ന് പറയുന്നതിന്റെ കോൺസെപ്റ്റിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ആചാര രീതിയിൽ വരുന്ന മാറ്റങ്ങൾ, ഇതെല്ലാമാണ് നമ്മൾ ഇത് എഴുതേണ്ടത്. അതായത് സോഷ്യൽ മൊബിലിറ്റി ട്രെൻഡ്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഘട്ടങ്ങൾ എഴുതേണ്ടത്. പിന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വരുന്ന മാറ്റം, അതായത് ICTയുടെ ഉപയോഗം, ഇതെല്ലാം എന്താണ് സോഷ്യൽ മൊബിലിറ്റിയുടെ ഇന്ത്യയിൽ വന്നിട്ടുള്ള സോഷ്യൽ മൊബിലിറ്റിയുടെ മാറ്റങ്ങളായിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് ദ പ്രൈമറി ഏജന്റ് ഇൻ സോഷ്യലൈസേഷൻ. അതായത് പ്രൈമറി ഏജന്റ് എന്ന് പറയുന്നതാണ് ഫാമിലിയാണ്. അപ്പോൾ ഫാമിലി സോഷ്യലൈസേഷനിൽ ചെലുത്തുന്ന സ്വാധീനം എന്താണെന്നുള്ളതാണ് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ സോഷ്യലൈസേഷനിലെ ആദ്യത്തെ പ്രൈമറി ഏജന്റ് എന്ന് പറയുന്നത് ഫാമിലിയാണ്. അപ്പോൾ അതിനുശേഷമാണ് ഫാമിലി എഡ്യൂക്കേഷൻ ഇതൊക്കെ വരുന്നത്. അപ്പോൾ സോഷ്യലൈസേഷന്റെ പ്രൈമറി ഏജൻസീസ് ഏതാണെന്ന് എഴുതണം. അതിൽ എസ്പെഷ്യലി നമ്മൾ ആദ്യം പരാമർശിക്കേണ്ടത് ഫാമിലിയെ കുറിച്ചാണ്. അപ്പോൾ ഫസ്റ്റ് പ്രൈമറി ഏജന്റ് ആയിട്ടുള്ള ഫാമിലിക്ക് സോഷ്യലൈസേഷനിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് എഴുതണം. അതായത് ഫാമിലി, പിയർ ഗ്രൂപ്പ് മുതലായവയാണ് നമ്മുടെ പ്രൈമറി സോഷ്യലൈസേഷൻ ഗ്രൂപ്പുകളായിട്ട് നമ്മൾ വിലയിരുത്തുന്നത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ബ്രീഫ്ലി എലാബറേറ്റ് ഓൺ ഹൗ കൾച്ചറൽ ഡിഫ്യൂഷൻ ഹോൾഡ്സ് വാല്യൂ ഇൻ എ ഗ്ലോബലൈസ്ഡ് സൊസൈറ്റി. അതായത് കൾച്ചറൽ ഡിഫ്യൂഷൻ എന്ന് പറയുന്നതാണ് ഒരുപാട് കൾച്ചറുകളിൽ കൂടിച്ചേരലുകളാണ് കൾച്ചറൽ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഗ്ലോബലൈസ്ഡ് സൊസൈറ്റിക്ക് അത് കാരണമാകുന്നത്. അതായത് എന്താണ്, ഒരു സമൂഹം മറ്റൊരു സമൂഹത്തിന്റെ കൾച്ചറുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് എന്താണ് പല കൾച്ചറുകളുടെ ഒരു സംയമനം എന്തുണ്ടാവും, പുതിയൊരു കൾച്ചറിനെ രൂപപ്പെടുത്തുന്നതിന് കാരണമാകുന്നു. അപ്പോൾ അതായത് നമ്മുടെ കൾച്ചറൽ ഡിഫ്യൂഷൻ, അതായത് പല സംസ്കാരങ്ങളുടെ കൂടിച്ചേരൽ ഒരു ഗ്ലോബലൈസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റിയുടെ നിർമ്മിതിക്ക് കാരണമാവുന്നു എന്നുള്ളതാണ് എഴുതേണ്ടത്. അടുത്ത് ഡിഫൈൻ സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. സൊസൈറ്റി എന്താണ്, സൊസൈറ്റിയുടെ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ളതാണ്. സൊസൈറ്റി എന്ന് പറയുന്നതാണ് സമൂഹം, മനുഷ്യന്റെ ചിന്താഗതികൾ അല്ലെങ്കിൽ സാമൂഹ്യ പെരുമാറ്റങ്ങളും എല്ലാം കൂടെയുള്ള കൂടിച്ചേരലാണ് കളക്ഷൻ ഓഫ് ഹ്യൂമൻ ബീങ്സ് എന്നുള്ളതാണ് സൊസൈറ്റി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്താണ്, അത് യൂണിവേഴ്സലാണ്, എല്ലാ ലോകത്തെമ്പാടും നിലനിൽക്കുന്നതാണ് സൊസൈറ്റി എന്ന് പറയുന്നത്. അത് മാറ്റങ്ങൾക്ക് വിധേയമാണ്. അത്തരത്തിലുള്ള ഘടകങ്ങളെയാണ് നമ്മൾ ഈ ചോദ്യത്തിൽ എഴുതേണ്ടത്. ഇനി അടുത്തെന്ന് പറയുന്നത് സെക്ഷൻ ഡി ആണ്. ലോങ് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ഈ എസ്സേ മാർക്കിൽ സെക്ഷൻ ഡിയിൽ വരുന്നത് 10 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സോഷ്യൽ കൺട്രോളിൽ നമ്മുടെ ലൈഫിലുള്ള സ്വാധീനം എന്താണെന്നുള്ളത്. അപ്പൊ സോഷ്യൽ കൺട്രോൾ എന്താണെന്ന് എഴുതണം. സാമൂഹ്യ നിയന്ത്രണം എന്താണ്, സാമൂഹ്യ നിയന്ത്രണത്തിൽ വരുന്ന ഏജൻസീസ് ഏതൊക്കെയാണ്, ഫോർമൽ ആയിട്ടുള്ള ഇൻഫോർമൽ ആയിട്ടുള്ള ഏജൻസീസ് വരും. ഫോർമൽ എന്ന് പറയുമ്പോൾ ലോയും കോർട്ടും അത്തരത്തിലുള്ള ലീഗൽ ആയിട്ടുള്ളവയെല്ലാം തന്നെ എന്താണ് ഫോർമൽ ആണ്. ഇൻഫോർമൽ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ബന്ധങ്ങൾ, വാല്യൂസ്, നോംസ്, ഫോക്ക് വേസ്, മോഡ്സ്, ഇതെല്ലാം തന്നെയാണ് ഇൻഫോർമൽ എന്ന രീതിയിൽ നമ്മൾ പരിഗണിക്കുന്നത്. അടുത്ത ചോദ്യം ഹൗ വുഡ് യു ക്ലാസിഫൈ ദ ഡിഗ്രി ഓഫ് കിൻഷിപ്പ് റിലേഷൻഷിപ്പ് ബേസ്ഡ് ഓൺ ദ ബ്ലഡ് ആൻഡ് മാരേജ് ടൈപ്സ് പ്രിൻസിപ്പിൾസ്. അതായത് ബന്ധുത്വം എന്താണെന്നുള്ളതാണ് ഇതിൻ്റെ. ബന്ധുത്വം എന്താണ്, ബന്ധുത്വം ഏതൊക്കെ രീതിയിൽ ഉണ്ടാവുന്നു, വിവാഹത്തിലൂടെ ഉണ്ടാവുന്ന ബന്ധുത്വവും രണ്ടാമത് ബ്ലഡിലൂടെ ഉണ്ടാവുന്ന രക്തബന്ധത്തിലൂടെ ഉണ്ടാവുന്ന ബന്ധുത്വം. അപ്പോൾ ഈ 2 ബന്ധുത്വങ്ങൾ എന്താണ്, കോൺസാൻഗ്യൂനിയസും കൺജനൽ കിൻഷിപ്പും എന്താണെന്നുള്ളതാണ് നമ്മൾ എഴുതേണ്ടത്. അടുത്ത ചോദ്യം ഇവാലുവേറ്റ് ദ അക്യുറസി ഓഫ് കോമൺ സെൻസ് ബിലീഫ് ആൻഡ് സയന്റിഫിക് മെത്തേഡ്സ് ടു അണ്ടർസ്റ്റാൻഡ് ഹ്യൂമൻ ബിഹേവിയർ. നമ്മൾ പഠിച്ചിട്ടുണ്ട് കോമൺ സെൻസ് എന്ന് പറയുന്നത് എന്താണ്, ഓരോ വ്യക്തിയുടെയും കോമൺ സെൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വ്യക്തിയുടെ എക്സ്പീരിയൻസിൽ നിന്നുണ്ടാവുന്ന ഘടകങ്ങളെയാണ് കോമൺ സെൻസ് എന്ന് പറയുന്നത്.
പക്ഷെ സയന്റിഫിക് എന്ന് പറയുന്നത് എന്താണ്? തീർത്തും ശാസ്ത്രീയപരമായിട്ടുണ്ടാവുന്ന അല്ലെങ്കിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വരുന്ന ഘടകങ്ങളാണ് സയന്റിഫിക് മെത്തേഡ്. അപ്പോൾ ഈ കോമൺ സെൻസിലുള്ള ബിലീഫ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് മതപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ നമ്മളൊരു ആരോഗ്യപരമായിട്ടുണ്ടാവുന്ന ചില വിശ്വാസങ്ങളുണ്ടാവും. അപ്പൊ അതും സയന്റിഫിക്കും തമ്മിലുള്ള ബന്ധമോ അല്ലെങ്കിൽ സയന്റിഫിക്കിൽ നിന്ന് അത് ഇപ്രകാരം മാറി നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ എഴുതേണ്ടത്. പലപ്പോഴും കോമൺ സെൻസ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ശരിയാവണമെന്നില്ല. അതിന് കൃത്യമായിട്ട് യാതൊരു തെളിവോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള യാതൊരു അംഗീകാരം എന്നുള്ളത് എല്ലാ സമൂഹത്തിലും ഒരുപോലെ ലഭിക്കണമെന്നില്ല. അപ്പൊ കോമൺ സെൻസ് എന്ന് പറയുന്നത് എന്താണ്? കാലാന്തരത്തിൽ മാറ്റങ്ങൾക്ക് വിധേയമാവുന്നതോ അല്ലെങ്കിൽ എല്ലായിടത്തും അംഗീകാരം ലഭിക്കണമെന്നില്ല. അത് പ്രത്യേകം എന്താണ്? വ്യക്തികളിൽ നിന്ന് ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ ഡിഫറൻറ്റും ആയിരിക്കും. പക്ഷെ സയന്റിഫിക് എന്ന് പറയുന്നത് എന്താണ്? കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരൊറ്റ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്നവയാണ് സയന്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഹ്യൂമൻ ബിഹേവിയറിനെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എക്സാമിൻ ദ സോഷ്യൽ റെലവൻസ് ഓഫ് എവല്യൂഷണറി തിയറീസ് ഓഫ് സോഷ്യൽ ചേഞ്ച്. അതായത് പരിണാമ സിദ്ധാന്തം സോഷ്യൽ ചേഞ്ചിന് ഉണ്ടാക്കിയിട്ടുള്ള സ്വാധീനം എന്താണ്? അപ്പൊ പരിണാമ സിദ്ധാന്തം എന്താണ്? സമൂഹം എന്ന് പറയുന്നത് എന്താണ്? മാറ്റങ്ങൾക്ക്, നിരന്തര മാറ്റങ്ങൾക്ക്, അതായത് കാലക്രമേണ മാറ്റങ്ങൾക്ക് വിധേയമാവുകയും അവ പുതിയവയെ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അതായത് ഹ്യൂമൻ ബീയിങ്സിന്റെ അടക്കമുള്ള പരിണാമമാണ് ചോദിക്കുന്നത്. മനുഷ്യന്റെ ഉൽപ്പത്തി മുതൽ, അതായത് മനുഷ്യന്റെ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ പരിണാമം എന്ന് പറയുന്നത് ഘട്ടഘട്ടമായിട്ടുള്ള പരിണാമങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? പുതിയ ഘടകങ്ങളുടെ കൂടിച്ചേരലുകളും അവയെ പുതിയ ഒരു സിസ്റ്റത്തെ നിർമ്മിക്കുന്നതിനും എവല്യൂഷണറി സഹായിക്കുന്നത്. അപ്പോൾ സൊസൈറ്റിയെ സോഷ്യൽ ചേഞ്ചിന് എവല്യൂഷണറി തിയറി പ്രകാരം എങ്ങനെ സഹായിക്കുന്നത് വെച്ചാൽ കാലഗണന ക്രമത്തിൽ ചെയ്യുന്നുണ്ട്? സൊസൈറ്റി മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ട് എന്നുള്ളതാണ് എവല്യൂഷണറി തിയറി കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ എവല്യൂഷണറി തിയറി പറയുന്നതാണ്? സമൂഹം മാറ്റങ്ങൾക്ക് വിധേയമാണ്, അവ കാലഘട്ടങ്ങൾക്ക് അനുസരിച്ച് എന്തുണ്ട്? പുനർനിർമ്മിക്കപ്പെടുകയും അവ പുതിയ ഘടകങ്ങൾക്ക് അനുസരിച്ച് അല്ലെങ്കിൽ പുതിയ വ്യവസ്ഥിതിക്ക് അനുസരിച്ച് മാറ്റങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്നതായിരിക്കും എന്നുള്ളതാണ് ഇവല്യൂഷണറി തിയറി കൊണ്ട് അർത്ഥമാക്കുന്നത്.